എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കോഴികൾക്ക് ഉണ്ടാകുന്ന അസുഖത്തെക്കുറിച്ചിട്ടാണ്. കഫക്കെട്ട്, കുറുങ്ങൽ, അതുപോലെ തന്നെ വെള്ള നിറത്തിൽ കാഷ്ടിക്കുക, ഇങ്ങനെയുള്ള അസുഖത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കോഴികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി മരുന്ന് മേടിച്ച് കൊടുക്കാറുമുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട്. വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് കോഴികൾ വീട്ടിലുണ്ടായിരുന്നു. അന്നേരം കൊടുത്തുകൊണ്ടിരുന്ന കുറച്ച് റെമഡിയാണ് ഇന്നത്തെ വീട്ടിൽ പറയുന്നത്. കോഴികൾക്ക് സാധാരണയായിട്ട് കഫക്കെട്ട്, കുറുങ്ങൽ, അതുപോലെ തന്നെ വെള്ളം പോലെ വയറ്റിൽ നിന്ന് പോവുക, അതുപോലത്തെ അസുഖങ്ങളൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. അതുപോലെ മുറിവ് പറ്റുന്നതും പിന്നെ വസൂരി, ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞ അസുഖം ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ വസൂരിക്കും മുറിവിനും പറ്റിയിട്ടുള്ള ഹോം റെമഡി ഞാൻ ഈ ചാനലിൽ ആദ്യമേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാർക്ക് അത് പോയി കണ്ടു നോക്കാം. ഇന്നത്തേൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കഫക്കെട്ടും കുറുങ്ങലും പിന്നെ ലൂസായിട്ട് വയറ്റിൽ നിന്ന് പോവുക, ഈ 3 അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. ഇത് വളരെ സിമ്പിളാണ്, നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മളൊരു അസുഖം വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കറിയാം വരുമ്പോൾ തന്നെ എങ്ങനെയാണ് കോഴി ഇരിക്കുന്നതെന്ന്. ആ വരുന്ന സമയത്ത്, അസുഖം വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലത്തെ ഹോം റെമഡീസ് ചെയ്യായിരിക്കും ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുന്നത്. ആ സമയത്ത് ഒരുപാട് കൂടിയതിന് ശേഷം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊന്നും ചിലപ്പോൾ അത് ഏക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്യും. മറ്റുള്ള കോഴികൾക്ക് അത് വരാതെ ഇരിക്കുകയും ചെയ്യും. കാരണം ഈ പറഞ്ഞ 3 അസുഖങ്ങളാണെങ്കിലും കോഴികൾക്ക് പകരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ പകർന്നു കഴിഞ്ഞാൽ ഒരുപാട് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അസുഖം വരും. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഈ വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു അസുഖമാണ്. പെട്ടെന്ന് തന്നെ പിടിക്കുന്നതാണ്. എല്ലാ അസുഖങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എൻ്റെ ഉമ്മാമ പറഞ്ഞു തന്ന ടിപ്സാണിത്. അത് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. അസുഖം വരുമ്പോൾ പണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുള്ള വെളുത്തുള്ളി എടുക്കുക, തൊലി പൊളിച്ച് കളയുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എത്ര കോഴികളാണോ നമുക്ക് വീട്ടിലുള്ളത് അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, അത് ഒരു ടീസ്പൂൺ, ഏകദേശം അപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ചെറിയ ടീസ്പൂണിനകത്ത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതയ്ക്കുക അല്ലെങ്കിൽ മിക്സിയിട്ട് അടിക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ചില കോഴികൾക്ക് ഒട്ടും വയ്യാതാകുമ്പോൾ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മഞ്ഞൾപ്പൊടിയും ഈ വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നീരെടുക്കുക. ആ നീര് ഫില്ലറിലാക്കിയിട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക തന്നെ വേണ്ടി വരും. അതല്ലെങ്കിൽ ഈ അരച്ചെടുത്തത് അവരുടെ വായിലേക്ക് കുഞ്ഞുരുള, അതായത് ഇപ്പോൾ ചെറിയ കടലയുടെ വലിപ്പത്തിൽ ചെറിയൊരു ഉരുള പോലെ ആക്കിയിട്ട് അത് ആക്കിയിട്ട് അവർ വായിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ഈ അടിച്ചു വെച്ച ഈ സാധനം, ഈ മരുന്ന് നമുക്ക് ചോറിനകത്ത് കുഴച്ചു കൊടുക്കാം. അപ്പോൾ കോഴികൾ തിന്നാൽ മാത്രമാണ് ഇതിന് ഗുണമുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണമില്ല. കാരണം കഴിക്കില്ല, കോഴികൾ വയ്യാത്ത കോഴികളായതുകൊണ്ട് കഴിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവർ ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് ആ രീതിക്ക് ഈ ഒരു സാധനം മരുന്ന് അവരുടെ വയറ്റിലേക്ക് എത്തണം, ആ രീതിയിൽ ചെയ്യുക. പിന്നെ തുളസിയില വേണമെങ്കിൽ നമുക്ക് ഈ വെളുത്തുള്ളിയുടെ കൂടെയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുക്കും, വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തുളസിയിലും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇത് ചെയ്ത് നോക്കുക. എന്തായാലും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് പറയാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അറിവിൽപ്പെട്ട വേറെ എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് പറയാം. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരപ്രദമാവും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് റഹീമാസ് വേൾഡ്.